അകലങ്ങളിൽ കുരിശൊരു സങ്കലനമായി നിലകൊള്ളുമ്പോൾ അതിലേക്കുള്ള ജൈത്രയാത്രയാണ് ഹോസന്ന എന്ന് പറയുന്നത്. ഹോസന്ന എന്ന് പറയുന്നത് ഹോഷി യാഹ്ന എന്ന് പറയുന്ന വാക്കിൻ്റെ പൂർണ്ണരൂപത്തിലേക്ക് സന്നിവേശിക്കപ്പെടുന്നതാണ്. ഹോഷി യാഹ്ന എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കൂ, ഞങ്ങൾ യാചിക്കുന്നു എന്നാണ്. ഒരു ജനതയുടെ കണ്ണുനീരിൻ്റെ, അവരുടെ ഉൾത്താഴിലെ വേദനകളുടെ പാരമ്യത്തിൽ നിന്നുള്ള നിലവിളിയാണ് ഈ വാക്കുകൾ എന്ന് പറയുന്നത്. ഇടുങ്ങിയ ദേശീയ ചിന്തകളിൽ ഊന്നി യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് റോമൻ ആധിപത്യത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കുന്ന വിമോചകനെ അവർ കണ്ടുമുട്ടുകയാണ് യേശുക്രിസ്തുവിൽ. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ പ്രഘോഷണം എന്ന് പറയുന്നത് താൻ വന്നത് ദൈവരാജ്യ സ്ഥാപനത്തിനാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഐഹികമായ ഒരു പ്രഭുവല്ല, മറിച്ച് സമഗ്ര ലോകത്തിൻ്റെയും വിമോചകനാണ്. അതാണ് നമ്മൾ ലൂക്ക 4:18-19 പറയുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന വാർത്ത. ആ വാർത്തയുടെ ഒപ്പം നിന്നുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ജനാവലിയല്ല ഇവിടെയുള്ളത്, മറിച്ച് അവരുടെ ചിന്ത എന്ന് പറയുന്നത് ജെറൂസലേമിലേക്ക് ഇവൻ ചെല്ലുന്നു, തുടർന്ന് നേരെ ജെറൂസലേമിൽ നിന്ന് റോമൻ ഭരണാധികാരിയുടെ ഭവനങ്ങളിലേക്ക് ചെല്ലുന്നു, അതെല്ലാം പിടിച്ചടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിൽ കേന്ദ്രീകരിച്ച് യുദ്ധവും വെറികളും ഒക്കെയുമുള്ള ഒരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ യേശു യൂത റബിമാരിൽ നിന്ന് വ്യത്യസ്തരാണെന്നുള്ള ചില കാഴ്ചപ്പാടും അവർക്കുണ്ട്. അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും പ്രവൃത്തികളാലും പ്രവാചക വെളിപ്പെടുത്തലുകൾ ദൃശ്യവൽക്കരിക്കപ്പെട്ടവനെ അവരിൽ ഭൂരിപക്ഷം പേരും അവനിൽ കണ്ടു. വർഗങ്ങളും വർഗസമരങ്ങളും ക്രിസ്തു എന്ന വിപ്ലവകാരിക്ക് യോജിച്ചിരുന്നായിരുന്നില്ല. ചങ്കിലെ ചോര കൊണ്ട് പ്രാണനിൽ എഴുതിയ നേരും സ്നേഹവുമായിരുന്നു ക്രിസ്തു എന്ന വിപ്ലവകാരി. വർഗങ്ങളും വർഗസമരങ്ങളും ഇല്ലാത്ത സ്നേഹത്തിൻ്റെ വിപ്ലവകാരിയായിരുന്നു ക്രിസ്തു. മനുഷ്യരെ തട്ടുകളായി തിരിച്ച് ആരെയും കുരിശിൽ തറയ്ക്കാതെ മനുഷ്യകുലം കുരിശിൽ കോർത്തപ്പോൾ സ്നേഹം മുറിയാതെ അപ്പമായി മാറിയവനാണ് യേശുക്രിസ്തു. ഈ ഓശാന തിരുനാളിൽ നമ്മൾ ഓർക്കേണ്ടത് എൻ്റെ വിമോചനം എൻ്റെ കർത്താവിൽ നിന്നാണ്. എൻ്റെ വിമോചനം എന്തിൽ നിന്നാണ്? പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ നിന്നുള്ള വിമോചനമാണ് എൻ്റെ കർത്താവിൽ എനിക്ക് ലഭിക്കുന്നത്. സക്രിയ 14:4 പറയുന്നുണ്ട്, ജെറൂസലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും എന്ന് പറയുന്നുണ്ട്. പ്രവചന പൂർത്തീകരണമായി ഒലിവുമലയ്ക്കരികെയുള്ള ബത്ഫഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങളിലെത്തിയപ്പോൾ ശിഷ്യന്മാരെ കഴുതി അഴിച്ചു കൊണ്ടുവരുവാനായിട്ട് കർത്താവ് നിയോഗിക്കുന്നു. ബത്ഫഗെ എന്ന വാക്കിൻ്റെ അർത്ഥം പാകമാകാത്ത അത്തിയുടെ ഭവനം എന്നാണ്. ജെറൂസലേമിനും ബഥാനിയയ്ക്കും ഇടയിലുള്ള സ്ഥലമാണ് ഈ ബത്ഫഗെ എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ ഒരിടത്തും ഈ സ്ഥലത്തെപ്പറ്റിയുള്ള പരാമർശം നമ്മൾ കാണുന്നില്ല. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത് ഈ ബഥാനിയയിൽ നിന്നാണ്. ആചാരപരമായ ജെറൂസലേമിൻ്റെ ഭാഗമാണ് ബഥാനിയ. യേശു ശിഷ്യരെ അയക്കുന്നത് എതിരെയുള്ള ഗ്രാമത്തിലേക്കാണ്. അത് ബത്ഫഗെ എന്ന് പറയുന്ന സ്ഥലമാണ്. യേശുനാഥൻ്റെ സവാരിക്കായിട്ട് കഴുതിയെ കെട്ടഴിച്ചു വിടാനായിട്ട് നിയോഗിക്കപ്പെടുന്നത് ശിഷ്യന്മാരാണ്. പാപങ്ങളുടെ കെട്ടിൽ, ബുദ്ധിയുടെ അന്ധകാരത്തിൽ കഴിയുന്നവരെ യേശുവിലേക്ക് നയിക്കുവാൻ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കെട്ടഴിക്കുവാനുള്ള ദൗത്യം ക്രൈസ്തവ ശിഷ്യത്വത്തിനുണ്ട്. പാപത്തിൻ്റെ കുറ്റിയിൽ നിന്ന് നമ്മെ അഴിക്കുന്ന കൂദാശയാണ് കുമ്പസാരം എന്നത്. കർത്താവിൻ്റെ നിശ്ചയപ്രകാരമാണ് കഴുത ചലിക്കുന്നത്. വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതയാത്രയിൽ ക്രിസ്തുവിനാൽ ചലിപ്പിക്കപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി. നമ്മൾ ആലോചിക്കുക, കഴുതയ്ക്ക് മഹത്വം ലഭിക്കുന്നത് യേശുക്രിസ്തു അതിൻ്റെ മുകളിൽ കയറുമ്പോഴാണ്. ക്രിസ്ത്യാനിയുടെ മഹത്വം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലാണ്. എൻ്റെ പാപം ഏറ്റെടുക്കാനൊരുങ്ങിടുന്നു, എൻ്റെ പാപം ഏറ്റെടുക്കാനൊരുങ്ങിടുന്നു.